ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പിടി അല്ലെങ്കിൽ സ്മോൾ കൊഴക്കട്ട എന്ന് പറയുക. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1½ കപ്പ് വാട്ടറും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് ഹോം മെയ്ഡ് പച്ചരി പൊടിച്ചതാണ്, അതായത് റൈസ് ഫ്ലോറാണ് ഇട്ട് കൊടുത്തത്. റൈസ് ഫ്ലോർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇടുന്നുണ്ട്. തേങ്ങ ചിരവിയത് 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം വേണ്ടത് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ സാധനം നമ്മൾ റൈസ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ വാട്ടർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ കയ്യിൽ വെള്ളം നനച്ചിട്ടാണ് ഇതുപോലെ റോൾസ് ആക്കി എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓയിലിടുന്നവർക്ക് ഓയിലിടാം. അപ്പോൾ ഞാനിതാ 2 ബാച്ചസ് 2 ലെയറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ്സിന് ശേഷം അത് റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പൊടി മതി കേട്ടോ, അധികം ആവാൻ പാടില്ല. പിന്നെ സ്മോൾ അനിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്മോൾ അനിയൻ ഇട്ട് കൊടുക്കുക, അല്ല ബിഗ് ഒനിയൻ ആണെങ്കിൽ ബിഗ് ഒനിയൻ. ഏറ്റവും ടേസ്റ്റ് ഉണ്ടായ സ്മോൾ അനിയൻ ആണ്. ഷാലഡ്സ് അതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി.